ഹായ് ബിഗ് ബോസ് ബിബിമാടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ അനുമോള് പാല് കട്ട് കുടിച്ചു, നമ്മുടെ അനീഷിനും നൂറാക്കും കൊടുത്തു. അത് കൊടുത്തത് ദുരുദ്ദേശത്തിലാണെന്നാണ് ബിബിമ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. കാരണം അനീഷിന്റെ വലിയൊരു ഫാനാണ് നമ്മുടെ ബിബിമ. അപ്പം അനീഷിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ബിബിമക്ക് പൊള്ളും. അതുകൊണ്ട് തന്നെ അനീഷിനെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അനുമോൾ ഇത്തരത്തിലൊരു കള്ളത്തരം കാണിച്ചത്. ശനിയാഴ്ച ലാലേട്ടനെത്തുമ്പോഴത്തേക്ക് അനീഷിനെ തേച്ചൊട്ടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ ബിബിമ പറയുന്നതും അതോടൊപ്പം തന്നെ ബിബിമ പലർക്കെതിരെയും പൊട്ടിത്തെറിക്കുന്ന ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ, പോവാം. നെവിന് പോകാനുള്ള വണ്ടി വെളി വന്ന് കിടക്കുന്നടാ. നെവിന് പോകാനുള്ള വണ്ടി വെളി വന്ന് കിടപ്പുണ്ട്. എന്തൊരു തോന്നിയാസം അതിനകത്ത് കിടന്ന് കാണിക്കുന്നതെന്ന് നോക്ക്. അവനാണെങ്കിൽ വെള്ളം എടുത്ത് അനുവിന്റെ അവിടെ കൊണ്ടൊഴിച്ച്, അനുവിന്റെ കട്ടിൽ പെട്ടി കൊണ്ടൊഴിച്ച്, എന്നിട്ട് പെണ്ണിന്റെ പുറവേ നടന്ന് ശല്യം ചെയ്യുന്ന അവിടെ സിഗരറ്റിന്റെ വാട മാറി നടക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിങ്ങക്ക് അനുമോളെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തോ ലാലേട്ടൻ അനുമോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇതുപോലെ വേലകൾ കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? അനുമോളുടെ പുറവേ നടന്ന് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവൻ. അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മാത്രമല്ല, ഇങ്ങനെയല്ല. 2 ദിവസം മുമ്പേ നിങ്ങൾ പറഞ്ഞു ലക്ഷ്മി പോകാൻ നേരത്ത് നിങ്ങൾ എന്തോ പറഞ്ഞത്, നെവിൻ പാവം മോൻ കൊച്ചു വാവാ അവിടെ നിൽക്കട്ടെ. അല്ല, 3 ദിവസം കൊണ്ട് ഭയങ്കര അഹങ്കാരം അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്. ലാലേട്ടൻ വന്നവിടെ പറഞ്ഞ ലാലേട്ടനെ ഊശിയാക്കല്, ബിഗ് ബോസിനെ ഊശിയാക്കല്, അതിനകത്തുള്ളവരെ മൊത്തം ഊശിയാക്കല്. ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. ലാലേട്ടൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കത്തില്ല, അതിനകത്തുള്ള പിള്ളേർ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങനെ ഒരു ശല്യം ഉണ്ടോ? അത്രയ്ക്ക് നിങ്ങൾ വയലന്റ് ആവും, അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന അവനെ പറഞ്ഞു വിടണം ഈ ആഴ്ച തന്നെ, ഇല്ലെങ്കിൽ ഭയങ്കരമായ മോശമാണ്. ഫസ്റ്റ് ക്യാപ്റ്റന്മാർ ഈ 3 പേരെ ക്യാപ്റ്റൻ ആക്കിയതേ ഫൗള്. പിന്നെ 3 പേരെയും കൂടെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതേ ഫൗള്. ഇത് ടിക്കറ്റ് പിന്നാലെ ടാസ്ക്. ടിക്കറ്റ് പിന്നാലെ ആണെങ്കിൽ 100 കഴിവതും പിടിച്ചോണ്ട് നിന്നയാ. 100 ഭയങ്കര സെറ്റപ്പ്. കൂടെ അവസാനം വരെ നിൽക്കും. പിടിച്ചോണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. പക്ഷെ പിടിച്ചോണ്ട് നിന്നത്, പക്ഷെ ഉള്ളവരെല്ലാം കൂടെ പന്ത് അതിനകത്ത് എറിഞ്ഞു കൊടുക്കുമ്പോ എത്രയെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചല്ലേ. എന്നാലും അങ്ങനെ ശരിയാ, പന്ത് മണ്ടേ കിടക്കുമ്പോ വെയിറ്റ് ഉണ്ട്. ആണുങ്ങൾക്കൊപ്പം പിടിച്ചു നിന്നതാ. അതാ നൂറെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ സമയമെങ്കിൽ നിങ്ങൾ നൂറയുടെ ആരാധികയല്ലേ? നൂറയുടെ ആരാധികയല്ല, അനീഷിന്റെ ആരാധിക. അനീഷ് ആണെങ്കിൽ ആദ്യമേ വിട്ട്, അതും ഇതുപോലെ വെയിറ്റ് പൗഡറും വീണ് അങ്ങനെ വിട്ട്. പക്ഷെ ഒരു ടാസ്ക് കൊടുത്ത് ബിഗ് ബോസ് ആഴ്ച എനിക്ക് തോന്നുന്നത് വോട്ടിന്റെ പ്രകാരം വെച്ചിട്ട് സാബുമാനായിരിക്കും പോകുന്നത്. പക്ഷെ നെവിൻ പോകണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മള് കമന്റ് ഇടുമായിരുന്നു, എല്ലാ സപ്പോർട്ടും ചെയ്യായിരുന്നു. പക്ഷെ നെവിൻ ഇപ്പൊ വൻ വധമാവും, ഭയങ്കര വൃത്തികേടുകൾ. അനുമോളെ എനിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അനുമോളടുത്ത് ഇങ്ങനെ പുറകെടന്ന് കാണിക്കാൻ കിടക്കുന്ന ബെഡിനകത്ത് ഒരു ചരുവം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് വെള്ളം കുടഞ്ഞു അപ്പൊ അവള് കുറച്ച് ജഗ്ഗിലെ വെള്ളം എടുത്ത് അവന്റെ ഇങ്ങനെ പെടലി ഭാഗത്ത് ഒഴിച്ചു. അങ്ങോട്ട് ചെന്ന് അതിനെ എന്തുമാത്രം ശല്യപ്പെടുത്തി. ഇങ്ങനെ പെൺപിള്ളേരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ കൊള്ളാവാ. ഞാനാണെങ്കിൽ കവാല കുറ്റി അടിച്ചു പൊട്ടിച്ചേനായിരുന്നു, ഞാനങ്ങനെ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ. ഇതിനിപ്പോ നെവിൻ ഇറങ്ങിയിട്ട് അവന്റെ LCTV കാര്യം കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഒന്നും വരത്തില്ല. എന്നാലും നെവിൻ അവസാനം വരെ നിന്നിട്ട് നല്ല മര്യാദയ്ക്ക് നിന്ന് അവർക്കൊരു വിലയാക്കി പോണമായിരുന്നു. ഭയങ്കര മോശമായിട്ടാണ്. പക്ഷെ അതിൽ 100 കൊള്ളാം കേട്ടോ. 100 ആ ടാസ്കിൽ അവസാനം വരെ നിന്ന്. പക്ഷെ ജയിച്ചത് ആര്യന. ഇവരെ 3 പേരെയും കൂടെ ക്യാപ്റ്റൻ ആക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചു തോലച്ച് കൈ കൊടുക്കുമെന്ന്. എന്തോ ഒരു ഇതായിപ്പോയി, എന്തൊരു വൃത്തികേടായിപ്പോയി അതിനകത്ത് കാണിക്കുന്നത്. എന്നാലും ആ ബെഡ് മൊത്തം നനച്ച്. അതിന് ബിഗ് ബോസ് ഒക്കെ എന്തോ പറയുന്നെന്ന് അറിയാല്ലേ. പ്രഷറിന്റെ ഗുളിക കഴിച്ച പ്രഷറിന്റെ ഗുളിക 2 ദിവസം കൊണ്ട് കഴിക്കുന്നില്ലടാ. ഗുളിക കഴിക്കാത്തോണ്ടുള്ള വിഷയങ്ങളാ. ഗുളിക കഴിക്കുക അതൊന്നുമല്ല, ഇതൊക്കെ കണ്ട് പ്രഷർ കയറത്തില്ലേ. അത് കറക്റ്റാ. ബിഗ് ബോസ് കണ്ടിന്യൂ ആയിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ പ്രഷറല്ല പലതും കയറും. എന്തായാലും ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടനെ ഊശിയാക്കുന്നു, ബിഗ് ബോസിനെ ഊശിയാക്കുന്നു. നെവിൻ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നെവിനെ ഈ വരുന്ന ആഴ്ചയിൽ പുറത്താക്കില്ല എന്നുണ്ടെങ്കിൽ ബിബിമ പൊട്ടിത്തെറിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വീണ്ടും മിക്കവാറും ലാലേട്ടന് ബിബിമ മെസ്സേജ് അയച്ചിട്ട് നെവിനെ പുറത്താക്കാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. വീഡിയോ പൊളിയായിട്ടുണ്ടല്ലോ. നമ്മുടെ ബിബിമ വേറെ ലെവലാണ്. കാരണം ഈ 2-3 മണിക്കൂർ ഈ ബിഗ് ബോസ് ഇങ്ങനെ കുത്തിയിരുന്ന് കാണാനൊന്നും ഇവിടെ നമുക്ക് സമയമില്ല. 2-2.5 മിനിറ്റിൽ ഈ എപ്പിസോഡിൽ നടക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിന്റെയും തോന്നിയാവസ്ഥകളും കൊള്ളരായൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ബിബിമയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. ഈ ആഴ്ച പുറത്തു പോകുന്ന കണ്ടസ്റ്റൻസ് ആരാണ്, ഈ ഗ്രാൻഡ് ഫിനാലയിൽ 5 പേര് ആരൊക്കെയാണ് വരുന്നതെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും